കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രുചിയിലും മണത്തിലുമൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ഫ്രൈ ആണ് ചെമ്മീൻ ഫ്രൈ അല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഫ്രൈ മാത്രം മതി നമുക്കത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാമോളം ചെമ്മീൻ ഉണ്ടാവും. ഒരുപാട് വലുതൊന്നല്ല, ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ, ഇഞ്ചിയില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചെമ്മീനിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട, മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കുറച്ച് അടികട്ടിയുള്ള പാത്രം എടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 6-7 നമ്മുടെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഒരുപാട് വഴറ്റാനൊന്നും നിൽക്കണ്ട, ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 1-2 മിനിറ്റ് ചെമ്മീൻ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത ആ ഒരു ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ ഈ ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതിനായിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ചെമ്മീൻ നല്ലതുപോലെ വെന്ത് വരും. അതിനായിട്ടൊരു 3-4 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഈ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിലൊന്നും ആക്കി കൊടുക്കണം. അതുമാത്രമല്ല, ഇതിങ്ങനെ ഇളക്കി ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചെമ്മീനിന് നല്ലൊരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലാക്കി എടുക്കുക കേട്ടോ. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലായി കിട്ടും. കളറൊക്കെ നല്ലോണം മാറി നന്നായിട്ട് മസാല ഒന്ന് മൂത്ത് വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്